ഹായ് ഹലോ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോർമൽ തയ്യൽ മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്താലോ? അപ്പോൾ തുടങ്ങാം. ഇത് ഫസ്റ്റ് നമ്മൾ മെഷീൻ്റെ കാണി അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഭാഗം അത് നമ്മൾ സിൽക്ക് നൂലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ലൂസാക്കി കൊടുക്കണം. പിന്നെ പ്രസ്സർ ഊരി മാറ്റുക. ഇത്രയുമാണ് നമ്മൾ നോർമൽ മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇപ്പം ഞാൻ നോർമൽ സാധാരണ തയ്ക്കുന്ന നൂല് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഫസ്റ്റ് എല്ലാവരും ചെയ്ത് ആ ഒരു ബാലൻസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ചെയ്ത് പഠിക്കേണ്ടത് നോർമൽ നൂലിൽ തന്നെ ചെയ്ത് പഠിക്കുക. അടിനൂലിടുന്നത് ബോബനിൽ സാധാ നൂല് ചുറ്റി ചെയ്താൽ മതി. നമ്മൾ നീഡിലിടുന്ന നൂല് സിൽക്ക് ത്രെഡിട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സിക്സാഗ് പോലെയാണ് ഞാൻ ചെയ്തത്. അപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു സിക്സാഗ് പോലെ എന്തെങ്കിലും ഒരു ഷേപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിക്സാഗ് ചെയ്ത് പഠിച്ചാൽ കറക്റ്റ് ആ ഒരു വളവൊക്കെ വരുന്നത് നമുക്ക് ചെയ്ത് കിട്ടും. സെക്കൻഡ് വരുന്നത് നമ്മൾ റൗണ്ട്, ഇപ്പം പൂവിൻ്റെ അകത്തൊക്കെ ഒരു ചെറിയൊരു റൗണ്ട് ഭാഗം ഉണ്ടല്ലോ. പിന്നെ റൗണ്ടൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസിങ് കിട്ടും. ജസ്റ്റ് ആ ഒരു ഫ്രെയിം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്ക് ആക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അല്ലാതെ വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു ഫ്രെയിം അങ്ങോട്ടേക്കും ഒന്ന് ഷെയ്ക്ക് ആക്കുക. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നോളും. പിന്നെ വരുന്നത് ഒരു ഷേപ്പ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഭാഗം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ചെയ്യുമ്പോഴോ അതിൻ്റെ ഒരു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് കിട്ടും. അപ്പം ഫസ്റ്റ് ചെയ്യുക നോർമൽ ത്രെഡിട്ട് ആ ഒരു ബാലൻസിങ് പഠിക്കുക എന്നുള്ളതാണ്. ഞാനിങ്ങനെയാണ് ചെയ്ത് പഠിച്ചത് നോർമൽ മെഷീൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.